എനിക്ക് മെസ്സി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. എല്ലാവരെയും പോലെ തന്നെ മെസ്സിയെ കാണാൻ ഞാനും ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നയാളായിരുന്നു. അതുകൊണ്ട് തന്നെ മെസ്സി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷമായിട്ട്, അതും എൻ്റെ മണ്ഡലത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമായിട്ട് വിചാരിച്ച ആളാണ്. അപ്പോൾ ഞാനിത് ഉറക്കെ പറയാത്തത് എന്തെന്ന് വെച്ചാൽ, മെസ്സി വരാനായിട്ട് നമ്മൾ മുടക്കികളായിട്ട് നിൽക്കുമോയെന്ന് ആളുകൾ പറയുമോ എന്നുള്ളത്, അതായത് മുഴുവനായിട്ട് മനസ്സിലാക്കാതെ പറയുമോ എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ ഞാൻ ഞങ്ങളുടെ മീറ്റിങ്ങിനിടയിലും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നിയമസഭയിലൊരു ചോദ്യം എഴുതി കോളിംഗ് അറ്റൻഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഈ സുരക്ഷയെക്കുറിച്ച് ആരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൺസേൺ ഞാൻ എഴുതി കൊടുത്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ സഭ നടത്താൻ സാധിക്കാത്ത അതിനേക്കാളും വലിയ വൻ കൊള്ളയാണ് ശബരിമല റിലേറ്റഡ് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് ഇത് സഭ നടത്തിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ അതിൽ ആ ചോദ്യം ചോദിക്കാനോ സാധിച്ചില്ല എന്നുള്ളത് സത്യം. പക്ഷേ റെക്കോർഡിക്കലി ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. അത് കോളിംഗ് അറ്റൻഷനിൽ വരികയും ചെയ്തതാണ്. ഞാൻ വേറൊന്നുമല്ല, ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഈ സ്റ്റേഡിയമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എന്നെ GCDA കഴിഞ്ഞ ഒരു പ്രാവശ്യം മാത്രമാണ് മീറ്റിങ്ങിൽ വിളിച്ചിരിക്കുന്നത്. നിലവിലെ MLA എന്ന നിലയിൽ എനിക്ക് ആദ്യം തൊട്ട് തന്നെ ആ ഒരു ക്ഷണം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ GCDA എന്നെ ഇപ്പോഴാണ് ഗവൺമെൻറ് ഓർഡർ വന്നത് എന്നാണ് പറഞ്ഞത്. ശരിക്കും നമ്മൾ എക്സ്പാക്റ്റോ മെമ്പറാണ് എന്നുള്ളതാണ് അതിൻ്റെ റൂൾസ് അനുസരിച്ച് കാണുന്നത്. പക്ഷേ എന്നെ ഒരു പരിപാടിക്ക് പോലും അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോലും എന്നെ ക്ഷണിച്ചിട്ടില്ല. ലാസ്റ്റ് ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ഉത്തരവാദി എന്ന് ചോദിക്കുകയും അന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതൊരു ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഡ്യൂട്ടി അസൈൻ ചെയ്യാറില്ല. ഇവർ രാത്രി, അതായത് തലേദിവസം വൈകുന്നേരം 6 മണി വരെ ഈ ടെമ്പററി സ്റ്റേജ് പണിതിട്ടില്ല, അതിന് ശേഷമാണ് പണിതത് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള വീഴ്ചകൾ വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും മാത്രമല്ല, നമ്മളുടെ കേരളം മുഴുവൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. മെസ്സിയെ കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ജീവിതാഭിലാഷമായിട്ട് എല്ലാവരും അത് ഏറ്റെടുക്കും. അതുകൊണ്ട് കാണാൻ വരും എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻ എടുക്കണം എന്ന് ഞാൻ കരുതിയിരുന്നു. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതിയായിട്ട് ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് കോമ്പൻസേഷൻ കിട്ടണം. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ വന്ന് കാത്തു നിന്നിട്ട് എത്ര നേരമായി. ഞാനിപ്പോഴും ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോഴും എൻ്റെ അവസ്ഥ, ഇപ്പോൾ ഇന്ന് 9ാമത്തെ മാസത്തിലേക്കാണ്. ഞാൻ 1 വർഷം എത്താറായി. കഴിഞ്ഞ ഡിസംബർ 29-ാം തീയതിയാണ് എനിക്ക് അപകടം നടന്നത്. അപ്പം തൊട്ട് എനിക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ആരും ഉത്തരവാദി അല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഞായറാഴ്ച അവിടെ അങ്ങനെ ആളില്ല എങ്കിൽ അത് അടച്ചിടുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ പരിപാടി നടത്താൻ പുറത്തുള്ള ആൾക്ക് കൊടുക്കാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വളരെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. ഒരു പേരിന് ഒരാളെ സസ്പെൻഡ് ചെയ്യും, അടുത്ത ദിവസം കൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ ഒപ്പിടാനായിട്ട് അനുവദിക്കുകയും ചെയ്ത ഒരു GCDAയുടെ നടപടിയാണ് ഞാൻ കാണുകയുണ്ടായത്. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഓഫീസിലാണെങ്കിൽ ഒരു HIനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഏത് രീതിയിലാണ് അവർ റിലേറ്റഡ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.